ഇതുപോലൊരു ഐറ്റം കഴിച്ചിട്ടുണ്ട്, കുറേ പേരൊക്കെ കഴിച്ചിട്ടുണ്ടാവും കേട്ടോ. ഇതിപ്പോൾ ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കുന്നു. അതിൻ്റെ കൂടെയുള്ള സംഭവത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് അരിയാണ് കേട്ടോ. അരി കഴുകി വറുത്ത് ഏത് അരി വേണമെങ്കിലും നമുക്ക് എടുക്കാം. നല്ലപോലെ വറുത്തെടുക്കാം. ഇങ്ങനെ പൊട്ടണ സൗണ്ട് കേൾക്കുമല്ലോ, പൊട്ടണ സൗണ്ട് കേട്ട് അതിങ്ങനെ നല്ല കളർ ഇങ്ങനെ ചേഞ്ചായിട്ട് നല്ല വീർത്തിങ്ങനെ വരും. അത് ആ ഒരു പരുവത്തിൽ നമ്മൾ സ്റ്റൗ ഓഫാക്കി വെക്കുക. ഒരു കട്ടൻ ചായയിൽ, നല്ല മധുരയിട്ട കട്ടൻ ചായയിൽ ഇത് ഇട്ടിട്ട് മിക്സാക്കി കുടിക്കുക. പണ്ടൊക്കെ ഒരുപാട് പേര് കഴിച്ചിട്ടുണ്ടാവും, ചിലരൊക്കെ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. പണ്ട് പഞ്ഞ ഉള്ള ടൈമായിരിക്കുമല്ലോ, ഇതുപോലെ ഇപ്പോഴത്തെ കിട്ടുന്ന പോലെ ഒരുപാട് ബേക്കറി ഒന്നും കിട്ടില്ലല്ലോ, അരി മാത്രമല്ലേ കിട്ടുള്ളൂ. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ വിട്ട് വരുമ്പോൾ മിക്ക വീടുകളിൽ കൊടുത്തിരുന്ന ഒരു ഐറ്റമാണിത്. ഇത് പാൽ ചായയുടെ കൂടെയും കഴിക്കാം കേട്ടോ. പാൽ ചായയുടെ കൂടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് കട്ടൻ ചായ ഇഷ്ടമുണ്ടാവില്ല. അരി അങ്ങനെ തന്നെ വറുത്തിട്ട് നല്ലപോലെ വറുത്ത് തേങ്ങയും പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇടാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് പാൽ ചായയുടെ കൂടെയും നമുക്ക് കഴിക്കാം. ഇതിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ.